ആ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. പഴയ ധനുഷല്ല ഇപ്പം ഞാൻ. പഴയതൊന്നും ഇനി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു വാക്ക് നീ എന്നോട് പറഞ്ഞ പിന്നെ നീ ഇല്ല. അപ്പൊ നീ എന്നെ വെല്ലുവിളിക്കാനായി? ഇത് വെല്ലുവിളിയല്ല, എന്റെ തീരുമാനമാ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിന്നെ ഉപദ്രവിക്കാനോ പഴയതെന്തെങ്കിലും പറഞ്ഞ് നിന്നെ ദ്രോഹിക്കാനോ ഞാൻ വരില്ല. അതിനെനിക്ക് താല്പര്യമില്ല. നമുക്ക് പരസ്പരം ഒരു ഒത്തുതീർപ്പിലെത്താം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നിന്നോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. ആ കുഞ്ഞ് നെല്ലിശ്ശേരി വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പ്രസവിക്കാൻ ഇനിയുണ്ടല്ലോ മാസങ്ങൾ ബാക്കി. അതിനുള്ളിൽ അതിന്റെ വിധി ഞാൻ തീരുമാനിക്കും. അതിന്റെ മാത്രമല്ല, നിന്റെ സേതുമാധവന്റെ മരുമകനായി നെല്ലിശ്ശേരി വീട്ടിൽ എന്റെ മുന്നിൽ വാഴാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനേതറ്റം വരെയും ഞാൻ പോവും. ചോര കണ്ടാൽ അറപ്പില്ലാത്ത കയ്യായത്. അത് നീയും മറക്കരുത്. ഞാൻ എത്ര നേരമായി നന്ദേട്ടനെ കാത്തിരിക്കുന്നു എന്നറിയോ? എന്തിന്? നന്ദേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാം. പോയി ഫ്രഷ് ആയിട്ട് വാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയാം. നന്ദേട്ടാ, എത്രാന്ന് വെച്ചാ നമ്മളിങ്ങനെ ശത്രുക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് തെറ്റുകൾ നന്ദേട്ടനോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ നന്ദേട്ടാ. എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവണം. കൊള്ളാം, ബെസ്റ്റ്. നിന്ന നിൽപ്പിന് ഓന്തിനെ പോലെ നിറം മാറാനുള്ള നിന്റെ ഈ കഴിവുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആരോടുള്ള വാശി തീർക്കാനാ ഇപ്പൊ ഈ അമ്മ വേഷം കെട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതെ, വാശിയാണെന്ന് എന്നെ കൂട്ടിക്കോ. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. എനിക്ക് ശേഷം വന്നവളാ അർച്ചന. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തോണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. ആതിരയും പ്രസവിച്ചു. ഇപ്പതാ സ്നേഹയും ഗർഭിണിയായി. അവൾക്കും ഒരു കുഞ്ഞാവാൻ പോകുന്നു. ഓ, അപ്പൊ അതാണ് നിന്റെ വാശിയുടെ കാരണം. നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റിയ സമയമാണ്. ആദ്യം നീ ഒരു മനുഷ്യ സ്ത്രീയാവാൻ നോക്ക്. എന്നിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, നമ്മളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോണോ വേണ്ടയോ? എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നതെന്ന്. അവള് ആ സന്ധ്യ എല്ലാത്തിനും കാരണം. അവളെ കൊണ്ടാണല്ലോ ഇപ്പൊ നടപ്പ്. ഞാനൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് നിനക്കെന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇതുവരെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടു കൂടി നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അറപ്പോടും വെറുപ്പോടും കൂടിയാ നീ എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ മറ്റുള്ളവരോട് വാശി തീർക്കാൻ കുഞ്ഞിനെ വേണം പോലും. നീ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരുപാട് മുറിവുകളുണ്ട്. അതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ജീവിതത്തോട് വാശിയാവാം, പക്ഷേ വാശിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ജീവിതം നശിച്ചില്ലാതായിത്തീരും. അതിന്റെ തുടക്കമാ നിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവം നിനക്ക് തന്ന തിരിച്ചടിയാൻ. ഒരു കുഞ്ഞുണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു ഡൈവേഴ്സിനെ കുറിച്ചാ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രത്യേകിച്ച്? ഇന്ന് ഡോക്ടറുടെ ബർത്ത്ഡേ വലുതാണോ? അല്ല, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ 2 ഘട്ടങ്ങൾ അവസാനിച്ചു.
മൂന്നാമത്തെ സ്റ്റേജ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യോ? അതിന്റെ സന്തോഷത്തിനാണ് ഈ സ്വീറ്റ്സ്. സീറ്റ്സ് ഞങ്ങൾ അങ്ങോട്ടല്ലേ വാങ്ങി തരേണ്ടത്? അതെ അതെ, ഇത് പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ സക്സസിന്റെ ആദ്യ പടിയിലെത്തി. മനസ്സിലായില്ല. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റുകളും സക്സസ് സ്റ്റേജിലേക്കാ മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻസിയെ സ്വീകരിക്കാൻ അർച്ചന റെഡിയായി കഴിഞ്ഞു. അടുത്ത 3 മാസം, അതിനുള്ളില് ഏത് സമയത്തും പ്രഗ്നൻസി സംഭവിക്കാം. ആ സന്തോഷം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. അതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് സ്വീറ്റ്സ് തന്നത്. ഇനി എന്താ അടുത്ത സ്റ്റേജ്? അടുത്ത സ്റ്റേജ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച അർച്ചന ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം. ഓരോ ദിവസവും ചെക്കപ്പ് ഉണ്ടാവും. ഹോസ്പിറ്റലിലാണെന്നേ ഉള്ളൂ, ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് തന്നെ. എല്ലാ ദിവസവും ടെസ്റ്റ് റിസൾട്ട് മോണിറ്റർ ചെയ്യണം. ഞങ്ങള് ഞങ്ങളുടെ സ്വപ്നത്തിന്റെ വളരെ അടുത്തെത്തി അല്ലേ ഡോക്ടർ? യെസ്. ഫാലോപ്പിയൻ ട്യൂബിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു. 3 മന്ത്സ്. അടുത്ത 3 മാസത്തെ ട്രീറ്റ്മെന്റ് തീരുന്നതിന് മുമ്പ് അർച്ചന പ്രഗ്നന്റ് ആയിരിക്കും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ടാ എല്ലാം ശരിയായത്. ഒരു ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ് ഇതിന്റെ റിസൾട്ട് തരുന്നത് ഈശ്വരന്. ഇനി ആ മാജിക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. അർച്ചന, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനേതറ്റം വരെയും ഞാൻ പോവും. ബുദ്ധിപൂർവ്വം ഇവിടെ ഡീൽ ചെയ്തില്ലെങ്കിൽ അപകടമാണ്. ഇല്ലെങ്കിൽ സ്നേഹയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്നെ ഇവിടെ ഇല്ലാതാക്കി കളയും. ഓ, സന്തോഷം പങ്കുവയ്ക്കാൻ വന്നാണോ നീ? ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം. മിണ്ടിപ്പോരുത്. നീ വളരെ ഭംഗിയായിട്ട് എന്നെ ചതിച്ചു. മധുരം കൊടുക്കുന്ന ചടങ്ങിൽ എന്തായിരുന്നു നിന്റെ സന്തോഷം? സ്നേഹയെ കല്യാണം കഴിച്ചത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് നീ എന്നോട് പറഞ്ഞു. അതൊക്കെ ഞാൻ വിശ്വസിച്ചു. ആ ജ്യോത്സ്യം വന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്താൻ നോക്കിയപ്പോ ഞാൻ അത് തടയാൻ ശ്രമിച്ചു. അവിടെ നീ എന്നെ കബളിപ്പിച്ചു. ഇപ്പോ പൂർണ്ണമായിട്ട് നീ എന്നെ തകർത്ത് കളഞ്ഞു. എനിക്കൊരിക്കൽ നഷ്ടപ്പെട്ടത് ഇപ്പൊ അവൾക്ക് കിട്ടി. അതിന്റെ സന്തോഷം എനിക്ക് നിന്റെ മുഖത്ത് കാണാം. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. ഇത് നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം, ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മുന്നോട്ട് പോകുന്നത്. നീ കണ്ടതല്ലേ, ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നന്ദേട്ടനും സന്ദീപിനും സ്നേഹയോടുള്ള പിണക്കം മാറി. സ്നേഹ ഇപ്പൊ ആകെ സന്തോഷത്തിലാ. അപ്പോ നിനക്ക് സന്തോഷം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? സ്നേഹയോട് നീ മനസ്സിൽ വൈരാഗ്യം വെക്കരുത്. ദയവ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ ശ്രമിക്കരുത്. അപ്പോ നിനക്ക് പേടിയുണ്ട്. നിന്നെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ലല്ലോ.
സ്നേഹയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയാം. അപ്പോ നിനക്കറിയാം. അറിയാം. അതുകൊണ്ടാണ് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. ഛേ, നിനക്ക് നാണമില്ലേ ഈ അപേക്ഷ കൊണ്ട് എന്റെ മുന്നിലേക്ക് വരെ? എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. ഓ, ഞാൻ ചെയ്തതിനൊക്കെ അവളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞെന്ത് പിഴച്ചു? നിന്റെ കുഞ്ഞ്? ആ, അപ്പൊ പിന്നെ എന്റെ വയറ്റിൽ കിടന്നത് ആരുടെ കുഞ്ഞായിരുന്നു? മറന്നുപോയോ നീ അത്? അവന്തിക, നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞു, ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്ന്. നല്ല വഴിക്ക് ചിന്തിക്കാൻ എല്ലാവർക്കും ചില അവസരങ്ങൾ കിട്ടും. ആ സമയത്ത് മാറി ചിന്തിക്കണം. ചെയ്ത തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം. സ്നേഹയോടൊപ്പം ഒരു ജീവിതം കിട്ടിയപ്പോൾ അതെനിക്ക് ദൈവം തന്നൊരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്ക് ജീവിക്കണം. നീ അതിനൊരു തടസ്സമായി നിൽക്കരുത്. ജീവിക്കണം പോലും. ഭാര്യയും കുഞ്ഞും ഒത്ത് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണം അല്ലേ? അപ്പൊ ഞാനോ? ഞാൻ ആഗ്രഹിച്ചല്ല മനസ്സിൽ കുഴിച്ചുമൂടി നീയും അവളും കൂടെ സന്തോഷത്തോടെ ആടി പാടി ജീവിക്കുന്നതും കണ്ട് ഞാൻ കഴിഞ്ഞുകൂടണം അല്ലേ? നിന്റെ ഈ പകയും വൈരാഗ്യവും അവസാനിപ്പിച്ചാൽ തന്നെ ജീവിതത്തിലൊരു വെളിച്ചം വരും. നന്ദേട്ടൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. മതി, നിർത്ത്. എനിക്ക് കേക്കണ്ട. നന്ദേട്ടൻ എന്നെ സ്നേഹിക്കും പോലും. എന്നിട്ട് ഞങ്ങക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അതെല്ലാം മറന്ന് ഞാൻ കുഞ്ഞുങ്ങളെയും നന്ദേട്ടനെയും സ്നേഹിച്ച് ഇവിടെ അങ്ങ് ജീവിക്കണം അല്ലേ? അതെ, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചേ. സ്നേഹയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞു കുരുത്തതിന്റെ പേടി. അതിന് നിനക്ക് ജീവനോടെ കിട്ടുമോന്നുള്ള ഭയം. എന്നാ നീ ഇതും കൂടെ കേട്ടോ, ആ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കിട്ടില്ല. 10 മാസം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. അവന്തികെ, നീ അങ്ങനൊന്നും പറയരുത്. ഹും. ഞാനും സ്നേഹയും ഈ വീടുമല്ല ഇപ്പോ വളരെ സന്തോഷത്തിലാ. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ഇല്ല, അത് നടക്കില്ല. അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ അതിനെ തീർത്തിരിക്കും. എന്താ തല്ലാത്ത? നീ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയായിപ്പോയി. ഓഹോ, അപ്പോ എന്റെ വയറ്റിൽ നീ ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്തതോ? അപ്പോഴും ഞാൻ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. പറ്റിയ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വന്നത് നിന്നോട് അപേക്ഷിക്കാനാ. എന്റെ അപേക്ഷ കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എനിക്ക് മറ്റു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയല്ല, സത്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ നെല്ലിശ്ശേരിയിലായിരിക്കില്ല, ജയിലിലായിരിക്കും. നിന്നെ കൊന്നിട്ട്. ധനുഷേ, ധനുഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൈവിട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചെടുത്തുനിന്ന് ഈ കുടുംബം വീണ്ടും സമാധാനത്തിലേക്ക് വന്നു. നന്ദനും സന്ദീപും എല്ലാ പിണക്കങ്ങളും മറന്ന് നിങ്ങൾ രണ്ടുപേരെയും അംഗീകരിച്ചു. സത്യത്തിൽ എൻ്റെ ആൺമക്കൾ 3 പേരും ചേർന്ന് എൻ്റെ മോളെ കസേരയിൽ കൊണ്ടിരുത്തി മധുരം കൊടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ, ആ സന്തോഷം എന്നും ഈ വീട്ടിൽ നിലനിൽക്കണം. സന്തോഷം കുറവാണെന്ന് കരുതി അച്ഛനൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഇനി
അങ്ങോട്ട് ഇവര് കാരണം എന്തെല്ലാം സന്തോഷം ഉണ്ടാവാൻ പോന്നെ. ഈ സന്തോഷം ഒരു തുടക്കം മാത്രമല്ലേ അല്ലേ ധനുഷേ? അച്ഛാ, ഒരു കാര്യം ഞാൻ അച്ഛന് ഉറപ്പു തരാം. എത്ര പ്രതിസന്ധികളിൽ പെട്ടാലും ശരി, എന്റെ മരണം വരെ സ്നേഹയുടെ സന്തോഷം ഇതുപോലെ തന്നെ ഉണ്ടാവും. ഞാൻ കാരണം ഈ വീടിന് ഇനിയൊരു കളങ്കമോ അപമാനമോ ഉണ്ടാവില്ല. ആരെങ്കിലും അതിനെ ശ്രമിക്കുന്നു ഞാൻ അറിഞ്ഞ എന്റെ ജീവൻ നൽകിയും ഞാനത് തടഞ്ഞിരിക്കും. ഇത് എന്നോടുള്ള വെല്ലുവിളിയാണല്ലേ? ഈ കിളവന് നീ എന്തൊക്കെ വാക്കു കൊടുത്താലും അതൊന്നും നടപ്പാക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. സമ്മതിക്കില്ലേ ഞാൻ. എനിക്കിനി പറയാനുള്ളത് നമ്മുടെ കമ്പനിയെക്കുറിച്ചാണ്. നന്ദനും സന്ദീപും സച്ചിയും ഒറ്റ മനസ്സോടെയാ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോനും അവരുടെ കൂടെ തന്നെ നിൽക്കണം. എല്ലാം നിന്റേതും കൂടിയാണ്. ആ തോന്നൽ എപ്പോഴും വേണം. ഓഫീസിലെ കാര്യോർത്ത് അച്ഛന് ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ തന്നെ ധനുഷ് ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. നന്ദേട്ടനും സന്ദീപനും ധനുഷിനോടുള്ള പഴയ എല്ലാ പിണക്കവും മാറി. ഇനി ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 4 പേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചോളാം. കൂടി ആലോചിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ എന്തിനൊരു ശ്രദ്ധ വേണം. ബിസിനസ്സിലൊരു ചതിയൊക്കെ എപ്പോ വേണേലും വരാം. അറിയാതെ എന്തെങ്കിലും ചതി പറ്റിയാ അത് നമുക്ക് നേരിടാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കമ്പനിയെ ചതിച്ചാ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം. അതാരായിരുന്നാലും. മോളെ, ആ. ഒത്തൊരുമയുള്ളിടത്ത് മാത്രമേ വിജയം ഉണ്ടാകൂ. ധനുഷ് ഇപ്പൊ അന്യനല്ല. അവൻ ഈ പറയുന്നൊക്കെ കേൾക്കുമ്പോ സത്യം പറഞ്ഞ എന്റെ ഉള്ളിലെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, പ്രൊഡക്ഷൻ വിങ്ങിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ധനുഷിന് കൊടുക്കണമെന്ന എന്റെ ഒരു അഭിപ്രായം. അതൊന്നും വേണ്ട സച്ചേട്ടാ. ഒരു സാധാരണ ജോലിക്കാരനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള അവസരം മതി. എന്നെക്കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കും, 100% സത്യസന്ധമായിട്ട്. ത്തിലൊരു കുഞ്ഞ് ജനിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന്. ഇപ്പൊ എന്റെ എല്ലാ മക്കളുടെയും ജീവിതം സന്തോഷമായി. സച്ചിക്കും അർച്ചനയ്ക്കും അഡോപ്റ്റ് ചെയ്തൊരു കുഞ്ഞിനെ കിട്ടി. സന്ദീപനും ആതിരയ്ക്കും കുഞ്ഞുണ്ടായി. ഇനിയുള്ള ആകെ ഒരു വിഷമം നിങ്ങളുടെ കാര്യത്തിൽ മാത്രം. ഒരിക്കൽ നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എന്ന് കരുതി ഇനിയും നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ? ഇന്നുവരെ നിങ്ങൾ രണ്ടുപേരോടും ഞാനത് ചോദിച്ചിട്ടില്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ നീ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, അച്ഛൻ പറഞ്ഞോളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു ഡോക്ടറെ കാണണം. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഉടനെ തുടങ്ങുകയും വേണം. അതിനെന്താച്ചാ, ഞാൻ നന്ദേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. എല്ലാവർക്കും കുഞ്ഞുങ്ങളായി. നിങ്ങൾക്കൊരു കുഞ്ഞില്ലാന്ന് വരുന്നത് അച്ഛന് വലിയ സങ്കട. അത് പിന്നെ ഞാൻ നന്ദേട്ടനോടൊന്ന് ആലോചിച്ചിട്ട് പറയാം. വല്ലാത്തൊരു തലവേദന. ഞാൻ ഒന്ന് കിടക്കട്ടെ. തലവേദനയ്ക്കുള്ള മരുന്ന് സ്നേഹയുടെ കയ്യിലുണ്ട്, കൊടുത്തുവിടുന്നോ? വേണ്ട, മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കഴിച്ചോളാം. അവൾക്കുള്ളിൽ നല്ല വിഷമമുണ്ട്. ശരി അച്ഛാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സച്ചി, അവന്തികയുടെ കാര്യം നീ അർച്ചനയോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഡോക്ടറെ അടുത്ത് അവന്തികയും കൂടി ഒന്ന് കൊണ്ടുപോകണം. ശരി അച്ഛാ.
എന്തായാലും ഞാനിക്കറിയാം അർച്ചനോടൊന്ന് സംസാരിക്കട്ടെ. ഉം. കരയല്ലേ മോളെ, എന്തിനാ കരയുന്നത്? അങ്ങോട്ട് പൊന്നല്ലേ. ആ കരയല്ലേ. ആ ഓ ഓ ഓ ഓ. ആ ഓ ഓ ഓ ഓ. എന്തിനാ മോള് കരയുന്നേ? ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഇത് പതിവല്ലേ. സച്ചിൻ ഇവിടെ ഒന്ന് പിടിക്ക്, ഞാൻ ആ ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ. ഓ ഓ ഓ ഓ. ഉം. ഉം. ഓ വാ വാ വാ, അച്ഛൻ്റെ മോൾ വാ. ഓ. ആ അച്ഛൻ എടുക്കാലോ. വാ വാ വാ. ഓ ഓ ഓ. ഒരു കുട്ടനല്ലേ, കരയല്ലേ. ഓ ദാ. ഉം. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഉം, എന്താ? അർച്ചന, ഓ ഓ ഓ. അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? അവന്തികടത്തി നന്ദേട്ടനെയും ഡോക്ടർ ഇഷാനോട് അടുത്ത് കൊണ്ടുപോകുന്ന കാര്യം.